വാൽപ്പാറ അപകടത്തിൽ ഡ്രൈവറുടെ പരിചയക്കുറവ് അപകടത്തിന് കാരണമായിട്ടുണ്ടാകാമെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട്. ഇറക്കത്തിൽ ഗിയർ ഡൌൺ ചെയ്യാതെ ഇറങ്ങിയതും അപകടത്തിന് കാരണമായിട്ടുണ്ടാകാം. വാഹനത്തിന് സാങ്കേതിക പ്രശ്നങ്ങൾ കണ്ടെത്താനായിട്ടില്ല. ആശുപത്രിയിലായതിനാൽ ഡ്രൈവറുടെ മൊഴിയെടുക്കാൻ സാധിച്ചിട്ടില്ല. അപകടം സംബന്ധിച്ച റിപ്പോർട്ട് പൊള്ളാച്ചി RTO സർക്കാരിന് കൈമാറിക്കഴിഞ്ഞു. സോണൽ കൃഷ്ണ വിവരങ്ങളുമായി. സോണൽ, ഇപ്പോൾ താഴേക്കുള്ള കുത്തനെയുള്ള ഇറക്കമാണ്. ഇറക്കത്തിലാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. പരിചയമില്ലാത്തവർക്ക് അത് ഒരു അപകട മേഖല തന്നെയാണ്. ആ പരിചയക്കുറവാണ് ഈ അപകടത്തിന് കാരണമെന്ന അനുമാനത്തിലേക്കാണോ അന്വേഷണ സംഘം എത്തുന്നത്? സോണൽ, സ്മൃതി, കഴിഞ്ഞ ദിവസങ്ങളിൽ കൃത്യമായി പൊള്ളാച്ചി RTO ഉൾപ്പെടെ ഈ സ്ഥലങ്ങൾ, അതായത് 13-ാം വളവിലും 9-ാം വളവിലും കൃത്യമായിട്ടുള്ള പരിശോധന നടത്തുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ നിരവധി തവണ പരിശോധിച്ചതിൻ്റെ അവസാനം എന്ന വണ്ണമാണ് ഈ ഒരു കണ്ടെത്തലിലേക്ക്, നിഗമനത്തിലേക്ക് ഈ RTO ഉൾപ്പെടെ എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ റിപ്പോർട്ടിൽ, അതായത് സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ആ ഡ്രൈവറുടെ പരിചയ സമ്പത്ത് അത് കുറവായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ഈ അപകടത്തിനൊരു കാരണമായത് എന്നുള്ളൊരു സാധ്യത കൂടി RTO പറഞ്ഞു വെക്കുന്നുണ്ട്. മറ്റൊന്ന്, ഗിയറിൽ ഇറക്കേണ്ട ഇറക്കമാണ്. അതായത് വലിയ ഇറക്കങ്ങളൊക്കെ തന്നെ ബ്രേക്കിൽ ചവിട്ടി ഇറക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. സാങ്കേതികമായി അത് നേരിടണമെങ്കിൽ, അത്തരം വലിയ ഇറക്കങ്ങൾ ഇറക്കണമെങ്കിൽ അത് ഗിയറിൽ തന്നെ ഇറക്കണമെന്നുള്ളൊരു കാഴ്ചപ്പാടിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. നമ്മൾ വിദഗ്ധരുമായി സംസാരിച്ചപ്പോഴൊക്കെ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. കാരണം ഇത്തരം ഇറക്കങ്ങൾ ഗിയറിലായിരിക്കണം ഇറക്കേണ്ടത്. പക്ഷേ അത് അങ്ങനെയല്ല, ബ്രേക്കിൽ ഇറക്കിയത് കൊണ്ടാകാം ഒരു പക്ഷേ ഈ അപകടം ഉണ്ടായത് എന്നുള്ളൊരു കണ്ടെത്തൽ കൂടി ഈ റിപ്പോർട്ടിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും വാഹനം പരിശോധിച്ചതിൽ നിന്ന് സാങ്കേതിക തകരാറുകളൊന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ള കാര്യം കൂടി RTO വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ കൂടുതൽ വ്യക്തത വരണമെങ്കിൽ ആ ഡ്രൈവറുടെ മൊഴി അത് നിർണായകമായിട്ടുള്ള മൊഴിയാണ്. പക്ഷേ അദ്ദേഹം ആശുപത്രിയിൽ, കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരിക്കുന്ന സാഹചര്യത്തിൽ മൊഴി രേഖപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഈ മൊഴി കൂടി ലഭിച്ചതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരൂ. എന്തായാലും പ്രാഥമിക നിഗമനം എന്ന വണ്ണമാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ തയ്യാറാക്കി സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുള്ളത്. അതിൽ പറയുന്നത് ഈ പരിചയ സമ്പത്തിന്റെ കാര്യവും ഗിയറിലിറക്കാത്തതിന്റെ കാര്യവും എന്താണ്, അത് തന്നെയാണ്. ഈ ചുരം റോഡിന്റെ ഇരുഭാഗത്തും ഈ സംരക്ഷണ ഭിത്തി അത് തുടർച്ചയായിട്ട് സ്ഥാപിക്കണം, കൃത്യതയോടുകൂടി സ്ഥാപിക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി റിപ്പോർട്ടിന്മേൽ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്മൃതി, ശരി. സോണൽ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.